I close this wonderful chapter of my life. Thanks for all these memories. അതെ, ലോക മീഡിയകളുടെ ചുവരടച്ച വാതിലുകളിൽ തൻ്റെ അവസാന വാക്യം കുറിച്ചിട്ട് ഫ്രഞ്ച് പടയുടെ കരുത്തനായ പോരാളി അന്റോണിയോ ഗ്രീസ്മാൻ ഫ്രാൻസ് നാഷണൽ കുപ്പായത്തിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങുകയാണ്. വിശപ്പിനെ വകഞ്ഞു മാറ്റാൻ പോർച്ചുഗലിൽ നിന്നും ഫ്രാൻസിലേക്ക് കുടിയേറി പാർത്തവൻ പിന്നീട് ഫ്രാൻസിൻ്റെ ആക്രമണത്തിലെ പ്രധാന കണ്ണിയായി മാറിയത് ഒരു അത്ഭുതത്തോടെയാണ് നാം നോക്കിക്കണ്ടത്. 2016 യൂറോയിലെ ഗോൾഡൻ ബൂട്ടും 2018 വേൾഡ് കപ്പും 2021 നാഷണൽ ലീഗ് കിരീടവും ഫ്രാൻസിന്റെ ഷെൽഫിലെത്തിച്ചാണ് ഗ്രീസി പടിയിറങ്ങുന്നത്. ഗ്രീസി എത്രമാത്രം ഫ്രാൻസിന്റെ കുപ്പായത്തിലെ പ്രധാന താരമാണ് എന്നത് ഈ കണക്കുകൾക്കപ്പുറം അയാളുടെ മിന്നും പ്രകടനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും സെൻട്രൽ ഫോർവേഡായും ഒഫൻസീവായും ഡിഫൻസീവായും ഒരു കംപ്ലീറ്റ് പാക്കേജായി തികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഗ്രീസി തൻ്റെ 33-ാം വയസ്സിൽ തന്നെ ഫ്രാൻസിന്റെ കുപ്പായത്തിൽ നിന്നും പടിയിറങ്ങുന്നത് എന്തുകൊണ്ട് എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അയാളുടെ പ്രതിഭാധാരാളിത്തം ഖത്തർ വേൾഡ് കപ്പിൽ നാം കണ്ടറിഞ്ഞതാണ്. എംബാപ്പെ, ജിറൂദ് ഇവരൊക്കെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എപ്പോഴൊക്കെ ഗ്രീസിയുടെ കാൽ പന്തെത്തുന്നുണ്ടോ അപ്പോഴൊക്കെ ഗ്രീസ് നടത്തുന്ന ചില റീസെറ്റ് ഉണ്ട്. എല്ലാം ഫ്രാൻസിന്റെ കൺട്രോളിലാണെന്ന് വീണ്ടും വീണ്ടും തോന്നിപ്പിക്കുന്നു മാജിക്. ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിന്റെ എഞ്ചിനെയാണ് ഫ്രഞ്ച് പടക്ക് നഷ്ടമാകാൻ പോകുന്നത്. പോഗ്ബയും കാൻഡയും ഇല്ലാത്ത ഫ്രാൻസിന്റെ മധ്യനിര എന്താകുമെന്ന് നിരാശയോടെ നോക്കിക്കണ്ട ആരാധകർക്ക് തൻ്റെ ഒറ്റയാൾ മികവിൽ ഗ്രീസ് മൈതാനത്തെ തൻ്റെ പ്ലേയിങ് ഗ്രൗണ്ടാക്കി മാറ്റുന്നുണ്ട്. അതെ, ഗ്രീസ്മാനിൽ നിന്നും നമ്മൾ ഈ ലോകകപ്പിൽ ദർശിച്ചത് അയാളുടെ കരിയറിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് ഓഫ് പെർഫെക്ഷൻ എന്ന് പറയാൻ കഴിയുന്ന പെർഫോമൻസ് ആയിരുന്നു. എന്നാൽ അതൊക്കെ തീർച്ചയായും ഇനി നിങ്ങൾ മിസ് ചെയ്യുക തന്നെ ചെയ്യും. തൻ്റെ ടീമിന് വേണ്ടി സർവ്വതും സമ്മാനിച്ചുകൊണ്ട് ഫ്രഞ്ച് പടയുടെ ഇതിഹാസ നായകൻ തൻ്റെ ഇന്റർനാഷണൽ കരിയറിൽ നിന്നും നാന്ദി കുറിച്ചിരിക്കുന്നു. ലവ് യു ലെജൻഡ് ആൻഡ് വി വിൽ മിസ് യു. Griezmann with the shot, it looked to be a regulation save. De Kevin Gameiro la pone Felipe, recibe Fernando, la pone Torres para Correa, puede llegar Correa, el centro es bueno, ahí va Griezmann.